എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആക്റ്റീവ 125 2025 മോഡലും ഡിയോ 125 2024 മോഡലുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കണം, ഏത് വണ്ടി എടുക്കണ്ട, ഏത് വണ്ടിയാണ് നല്ലത്, ഏത് വണ്ടിയാണ് നല്ലതല്ലാത്തത് എന്നെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വണ്ടിയും നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നത് ഡിയോ 125 എന്ന് പറയുന്ന ഒരു സ്പോർട്ടി മോഡലും ഈ ആക്റ്റീവ 125 എന്ന് പറയുന്നതും ഒരു ക്ലാസിക് മോഡൽ വണ്ടിയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ടയുടെ ഏറ്റവും പ്രീമിയം വണ്ടികളിലൊന്നാണ് ഈ പറയുന്ന ആക്റ്റീവ 125 2025 മോഡലായാലും ആക്റ്റീവ 125 ഇറങ്ങുന്നത് ഒരു പ്രീമിയം മോഡലായിട്ടാണ് ഇറങ്ങുന്നത്. അതുപോലെ നമ്മുടെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ഒരു സ്പോർട്ടി ലുക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഡിയോ എന്ന് പറയുന്നത്. ജനഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ച വണ്ടിയാണ് ഡിയോ എന്ന് പറയുന്നത്. അതിൻ്റെ 125cc എന്ന് പറയുമ്പോഴത്തേക്കും വൻ വിജയമായി സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ വൻ വിജയമായി സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുമാണ് ഈ ആക്റ്റീവ 125 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻറ്റും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. നമുക്ക് എൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് പോകാം. ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്റ്റീവ 125 വരുന്നതും ഒരു LED ഹെഡ്ലൈറ്റാണ്, ചെറിയ LED ഹെഡ്ലൈറ്റാണ്. ഡിയോ വരുന്നതും ഒരു LED ഹെഡ്ലൈറ്റാണ്. അത് ഒരു ഡ്യുവൽ സെക്ഷനായിട്ട് കൊടുത്തേക്കുന്നു, ഡിമ്മ് ബ്രൈറ്റായിട്ട് ഒരു ഡ്യുവൽ സെക്ഷനായിട്ട് കൊടുത്തേക്കുന്നു. അതുപോലെ ഇത് കൊടുത്തേക്കുന്നത് ഒരു ഒറ്റ ലെയറിലാണ് കൊടുത്തേക്കുന്നത്, അതായത് ഡ്യുവൽ സെക്ഷനോ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നീട് നോക്കുമ്പോഴത്തേക്കും കവർ ഹാൻഡിലേക്ക് ഇപ്പം കവർ ഹാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്രോം ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രോം ഫിനിഷ് ഒന്നും കൊടുത്തിട്ടില്ല, അതിന് പകരം ഒരു വിൻഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമുക്ക് ആക്റ്റീവ 125 ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇതേ മോഡലിൽ ഒരു വിൻഷീൽഡായിരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന, ഒരു കറുത്ത ഷീൽഡാണ് ഇവിടെ കൊടുത്തിരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പം ഒരു സിംഗിൾ കവർ ഹാൻഡിലാക്കിയിട്ട് അത് ഒരു ക്രോം ഫിനിഷ്, ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ക്രോം എലമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല സ്പോർട്ടി ലുക്കിലോട്ട് വരാൻ വേണ്ടി കവർ ഹാൻഡിൽ തന്നെ DRLും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുന്നത് DRL വരുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിലായിട്ടാണ് DRL വരുന്നത്. രണ്ട് സൈഡിലും ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിലായിട്ടാണ് DRL വരുന്നത്. ഇതിൻ്റെ DRL വരുന്നത് ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ DRLും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഈ രണ്ട് പീസ് സൈഡിൽ കൊടുത്തേക്കുന്നു. അതുപോലെ അഡീഷണലായിട്ട് ഒരു ബ്ലാക്ക് പീസ്, ഫൈബർ പീസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ അങ്ങനെ ഫൈബർ പീസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല, എല്ലാം ഒരു സിംഗിൾ പീസിൽ ചെയ്ത് തീർത്തേക്കാണ്. സെൻട്രൽ കവറിലേക്ക് വരുവാണെങ്കിൽ ഒരു സിൽവർ ക്രോം ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ കവറിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് പീസാണ് സെൻട്രൽ കവർ കൊടുത്തേക്കുന്നത്. ഇവിടെ വന്നേക്കുന്നത് 1, 2, അതുപോലെ തന്നെ 3, അങ്ങനെ 3 പീസ്, അതായത് 3 പീസായിട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 6 പീസാണ്. 3 പീസായിട്ടാണ് ഈ സെൻട്രൽ കവർ നമുക്ക് ഡിയോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് 2 ഇവിടെ കൊടുത്തേക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് DRLോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഇൻഡിക്കേറ്റർ DRLും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒറ്റ സെൻട്രൽ കവർ വന്നിട്ടുണ്ട്, അതിൽ ഒരു ഗാർണിഷും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് കവറിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ മെറ്റൽ പീസാണ് വരുന്നത്, മെറ്റൽ കവറാണ്. ഫെൻഡർ വരുന്നത് മെറ്റലാണ് വരുന്നത്. അതേസമയം ഡിയോ വരുന്നത് ഫുള്ളി ഫൈബർ ബോഡിയിലാണ് വരുന്നത്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഫെൻഡർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അതൊരു ഫൈബർ ഫിനിഷിലായിട്ട് പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഫ്രണ്ട് ഷോക്ക് നോക്കുകയാണെങ്കിലും ഡിയോ 125ൻ്റെയും അതുപോലെ തന്നെ ആക്റ്റീവ 125ൻ്റെയും സെയിം ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ടയർ കൊടുത്തിരിക്കുന്നത് 90-100-12 ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും 90-100-12 കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് വെർഷൻ ആയതുകൊണ്ട് ഇത് നമുക്ക് ഡിസ്ക് കിട്ടുന്നില്ല. അതേസമയം 125ൽ ഡിസ്ക് കിട്ടുന്നുണ്ട്. ഡിയോയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിസ്ക് വരുന്നില്ല, എച്ച് സ്മാർട്ടിൽ മാത്രമേ ഡിസ്കും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതാണ് ഫ്രണ്ടിൽ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മിററും കാര്യങ്ങളും ലിവർ എല്ലാം സെയിം ആണ് കൊടുത്തിരിക്കുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം ഫ്രണ്ടിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നേരെ നമുക്ക് ബാക്കിലേക്ക് പോവാം. സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു, ഒരു ഡിയോ എന്ന് പറഞ്ഞൊരു എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഒരു അഡീഷണൽ ഒരു ഫൈബർ പീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേസമയം നേരെ ആക്റ്റീവയിലേക്ക് വരികയാണെങ്കിൽ ആക്റ്റീവയിൽ ഒരു ക്രോൺ ഫിനിഷിൽ ഇവിടെ ആക്റ്റീവ 125 എന്ന് പറഞ്ഞൊരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. സൈഡ് വന്നേക്കുന്ന കവർ ഇതിൻ്റെയും ഫൈബർ ബോഡിയാണ്. നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഒരു മെറ്റൽ ബോഡിയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫൈബർ ബോഡിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ക്യാരിയർ നോക്കാം. ക്യാരിയർ നേരത്തെ വന്നുകൊണ്ടിരുന്ന എല്ലാ വണ്ടിയിലും ഒരു സിൽവർ കളറാണെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഒരു ഗ്രേ കളറിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ബോഡി കളറോട് ചേർന്ന് ക്യാരിയർ വന്നേക്കുന്നു. ഇങ്ങനെ ഡുവൽ പീസായിട്ടാണ് ക്യാരിയറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ എൻജിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിയിലും CC ഒക്കെ സെയിം CC ആണ് വരുന്നത്. 123.92cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് OBD2 എഞ്ചിനാണ് വരുന്നതെങ്കിൽ നമ്മുടെ 125 B6ൽ 2025 മുതൽ വരുന്നത് OBD2B എഞ്ചിനാണ് വരുന്നത്. നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇന്നർ കവറിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഇന്നർ കവറിൻ്റെ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. നേരത്തെ വന്നുകൊണ്ടിരുന്ന ഒരു ഇന്നർ കവറിൽ ഒരു ബ്ലാക്ക് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ഒരു ബ്രൗൺ തീമാക്കി. ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ പഴയ വണ്ടിയിലുണ്ട്, ഈ ലോക്കും കാര്യങ്ങളും പഴയ വണ്ടിയിലുണ്ട്.
പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഇവിടെ ഒരു സി പോർട്ട് ചാർജിങ് പോർട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ചാർജിങ് പോർട്ടാണ് ഇതിൽ വന്നിട്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അതേസമയം ഡിയോയിൽ നമുക്കങ്ങനെ ചാർജിങ് പോർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ വന്നിരിക്കുന്നത് ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ട് ഒരു സ്പോർട്ടി ലുക്കിലായിട്ടും ഭയങ്കരമായിട്ടൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്ന ഇന്നർക്കോറും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കീസെറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 125ലും അതുപോലെ തന്നെ ആക്റ്റീവ 125ലും സെയിം ആണ് അതൊക്കെ കൊടുത്തിരിക്കുന്നത്. കവർ ഹാൻഡിലും മീറ്ററും സ്വിച്ചസും നോക്കാം. മീറ്റർ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡ്യുവൽ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു കളർ ഡിസ്പ്ലേയും അതുപോലെ തന്നെ സാധാ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ച്, അതുപോലെ തന്നെ ടോട്ടൽ കിലോമീറ്റർ, ട്രിപ്പ് എ, അതുപോലെ തന്നെ ട്രിപ്പ് ബി, അതുപോലെ തന്നെ ഇതിന് ആവറേജ് മൈലേജ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് കൂടുതൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷന്, അതുപോലെ ഡിം ലൈറ്റ് ഇൻഡിക്കേഷന്, പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേഷന്, എക്കോ മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തേക്കുന്നു. ഈ മീറ്ററിൽ അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റ് ബ്ലൂടൂത്ത് നാവിഗേഷനോ കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ സ്വിച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിം ബ്രൈറ്റ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതുപോലെ ഹോൺ സ്വിച്ച്, തൊട്ടിപ്പുറത്ത് വരുവാണെങ്കിൽ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിയോ 125 കിട്ടുന്നത്. നേരെ നമുക്ക് ആക്റ്റീവ 125 പോകുകയാണെങ്കിൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് ഏറ്റവും പുതിയ മോഡലായിട്ട് ഇറങ്ങിയിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിജിറ്റൽ മീറ്റർ ഓപ്പണിങ് ഇങ്ങനെയാണ്. ഡിജിറ്റൽ മീറ്റർ ഓപ്പൺ ആകുമ്പോൾ ഡിജിറ്റൽ മീറ്റർ കൊടുത്തേക്കുന്നത് ഇൻഡിക്കേറ്റർ സ്വിച്ചും കാര്യങ്ങളും, പിന്നെ ഒരു മീറ്റർ വാർണിംഗ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്കോ മോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് RPM സെക്ഷന്, അതുപോലെ പെട്രോളിൻ്റെ സെക്ഷന്, അതുപോലെ തന്നെ നമുക്ക് ഈ സ്വിച്ച് പുതിയൊരു സ്വിച്ച് ആഡാക്കിയിട്ടുണ്ട്. ഈ സ്വിച്ചിലാണ് നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത് കാണാം. ഇതിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്വിച്ചസ് കാര്യങ്ങളും മറ്റും നോക്കുകയാണെങ്കിൽ ഡിം ബ്രൈറ്റ് സ്വിച്ച് എല്ലാം ഇതിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. ഡിം ബ്രൈറ്റ് സ്വിച്ച് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ സ്വിച്ച് സെയിം ആണ്, ഹോൺ സ്വിച്ച് സെയിം ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം വരുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെയും സെയിം തന്നെ വരുന്നത്. കവർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ക്രോം ഫിനിഷോ അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഫുള്ളി ക്ലിയർ ആയിട്ടൊരു പ്ലെയിൻ ആയിട്ടൊരു ഒരു RR കവറും കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ 3 പീസായിട്ട്, അത് 1, 2, 3 അങ്ങനെ 3 പീസായിട്ടുള്ള ഒരു RR കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 പീസ് ആകുന്നുണ്ട്. ഇതിൻ്റെ പെട്രോൾ ക്യാപ്പിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിയോ 125 ഇങ്ങനെയും, അതുപോലെ തന്നെ ആക്റ്റീവ 125ലും ഈ ഭാഗത്താണ് പെട്രോളിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പഴയ വണ്ടി വന്നപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ടൈലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പീസിൽ കൊടുത്തിരിക്കുന്നു. സിംഗിൾ പീസിൽ അതുപോലെ തന്നെ ഹാലജൻ ബൾബ് കൂടിയ ഒരു ടൈലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നേരെ ഇവിടെ വരികയാണെങ്കിൽ ഡിയോ 125 ഒരു ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒറ്റ പീസ് അതിനാണ് ഫൈബർ ബോഡി വെച്ചിട്ട് ഫൈബർ പീസ് വെച്ച് സ്പ്ലിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. ഒരു മനോഹരമായ ഒരു ടൈലൈറ്റ് അസംബ്ലിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ മനോഹരമായ ടൈലൈറ്റ് അസംബ്ലിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. തൊട്ടുതാഴെ നോക്കുകയാണെങ്കിൽ വീതിയേറിയ ഒരു മൺകാട് കാണാം. അതുപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ ഉള്ള ഒരു മൺകാടും കാര്യങ്ങളൊക്കെ കാണാം. കുറച്ചുകൂടി സ്പോട്ട് ലുക്കിൽ ആ മൺകാട് ഒതുക്കി തീർത്തിരിക്കുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ സൈലൻസറിലേക്ക് വരാം. സൈലൻസർ ഡുവൽ ഹോളായിട്ടുള്ള സൈലൻസറാണ് വരുന്നത് എങ്കിൽ ഇവിടെ വരുന്നത് സിംഗിൾ ഹോളായിട്ടുള്ള ഒരു സൈലൻസറായിട്ട് വരുന്നത്. സിംഗിളായിട്ടുള്ള ഒരു സാധാ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ടറും കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡുവൽ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. കുറച്ചുകൂടെ സ്പോട്ട് ലുക്കിന് വേണ്ടി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടിയിലൊരു മഫ്ലറും കാര്യങ്ങളൊക്കെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് മഡ്ഗാർഡിന് താഴെയായിട്ട്. ഇവിടെ അങ്ങനെ മഫ്ലറോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ബാക്കിൽ വണ്ടിക്ക് തന്നെ 90-100-10 ഒരു വീല് ആണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ഇവിടെയും 90-100-10 വീലാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ വണ്ടികളിലെല്ലാം 90-100-10 ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വന്നിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യാത്ര സുഖവും യാത്ര സേഫ്റ്റിയും ഉദ്ദേശിച്ചാണ് ഹോണ്ട ആ ഒരു 90-100-10 കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് 90-100-12 വരുന്നില്ല എന്നുള്ളത്. ഡിയോ 125 സൈഡ് പാനലിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒരു സ്പോർട്ടി മോഡലായിട്ട് ഇങ്ങനെ ഒതുക്കി പണിഞ്ഞിരിക്കുന്നു. സൈഡ് ക്ലച്ചിൻ്റെ കവറും സ്റ്റിക്കറും ഒക്കെ ഈ ഒരു മോഡൽ ബ്ലാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നു. അതേസമയം നേരെ 125 വരുവാണെങ്കിൽ സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പ്ലെയിനായിട്ടൊരു മെറ്റലിൻ്റെ പീസിലൊരു പാനൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സൈഡ് വരുമ്പോഴത്തേക്കും കിക്ക് കവർ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഒരു സിൽവർ കളറായിരുന്നു, ഇപ്പോൾ അത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ESP ടെക്നോളജി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അത് ഫിൽറ്റർ ബോക്സിൽ വന്നിട്ടുണ്ട്, ഇപ്പോൾ അത് മാറ്റി ഈ സൈഡിൽ ഒരു ചെറിയ പീസ് വന്നിട്ടുണ്ട്. ആ ചെറിയ പീസിലൊക്കെ ആക്കിയിട്ടുണ്ട്. ആ സമയം നേരെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ESP ടെക്നോളജി വന്നേക്കുന്നത് ആ സ്റ്റിക്കറൊക്കെ വന്നിട്ടുള്ള ഇവിടെ ഒരു ചെറിയ പീസ് വന്നിട്ടുള്ളത് അത് വളരെ ഭംഗിയായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു. ഷോക്ക് വന്ന് ഡിയോ 125 വന്നിരിക്കുന്നത് റെഡ് കളറിലും
അതുപോലെ തന്നെ 125 വന്നേക്കുന്നത് ആക്റ്റീവ 125 വന്നേക്കുന്നത് ബ്ലാക്ക് കളറിലുമാണ്. ഇത് രണ്ടും 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്കാണ് വന്നിരിക്കുന്നത്. വ്യത്യാസമൊക്കെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. രണ്ടും സെയിം 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്ക് എന്നാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ ഡ്രം ബ്രേക്ക് വന്നിരിക്കുന്നതും ഇതിൻ്റെ അതുപോലെ തന്നെ ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വന്നിരിക്കുന്നത്. ബോക്സിൻ്റെ വലുപ്പം കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിയോ 125ൻ്റെയും ആക്റ്റീവ 125ൻ്റെയും സെയിം വലുപ്പം തന്നെ കൊടുത്തിരിക്കുന്നത്. അതേസമയം ഒന്ന് 125ൻ്റെ ചെറിയൊരു ഷോട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ലെങ്തിന് ചെറിയ ഷോട്ട് വന്നിട്ടുണ്ട്. അത് പഴയ വണ്ടിയെക്കാട്ടും പുതിയ വണ്ടിയിൽ ചെറിയ ഷോട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും സീറ്റ് തമ്മിലില്ല. സീറ്റിൻ്റെ വലിപ്പത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സീറ്റിൻ്റെ വലിപ്പത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിയോ 125ന് കുറച്ച് വലിപ്പം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അതേസമയം ആക്റ്റീവ 125ന് വലിപ്പം കുറച്ചായിട്ടും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ആണെങ്കിൽ ഏറ്റവും പുതിയ ആക്റ്റീവ 125 2025 മോഡലിന് 1,30,000 അടുത്തും, അതുപോലെ തന്നെ 2024 മോഡലിൽ 2024 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലാസ്റ്റ് മാനുഫാക്ചറിങ് ആണിത്. അപ്പം ആ മോഡലിന് വന്നേക്കുന്നത് 1,16,000 രൂപയും ആണ് വന്നിരിക്കുന്നത്. ഏകദേശം അപ്രോക്സിമേറ്റ് കോസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. വിത്ത് ഫിറ്റിങ്സ് വിത്തൗട്ട് ഫിറ്റിങ്സിൽ ഇതിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.